ഈ ഒരു ആനയെ കണ്ടോ? ഇച്ചിരി മുമ്പ് എൻ്റെ ബാക്കിൽ നിന്ന് കണ്ടതാണ്. ഈ ആന ഇപ്പം മദപ്പാടിലാണ് കേട്ടോ. ഈ ആന നിൽക്കുന്നത്. ആനയുടെ ആ നോട്ടമൊക്കെ കണ്ടോ? ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടാണ്. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പം തന്നെ എന്നെ നോക്കുന്നുണ്ടോ? ചെവിയൊക്കെ വട്ടം പിടിച്ച് കണ്ടോ, പാലൊക്കെ ചുരുട്ടി ആളിച്ചിരി ഡേഞ്ചറാണെന്നാണ് ഇവർ പറഞ്ഞത്. ഒന്ന് സൂക്ഷിച്ചോണം, അടുത്തോട്ടൊന്നും പോകരുതെന്ന്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഈ ആന മദപ്പാടിലാണ്. ആനയുടെ കയ്യിലൊരു മടലൊക്കെ ഉണ്ട് കണ്ടോ. അതുകൊണ്ടാണ് ആളവിടെ നിൽക്കുന്നതൊക്കെ. കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പം പിന്നെയും ഇവിടെ ഒരാനയും കൂടെ നിൽപ്പുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ഇവിടുത്തെ ആനയെ കൊണ്ടുപോയി. ഇന്ന് ഇവിടുത്തെ ഒരു ആന ചരിഞ്ഞു. അപ്പം രാവിലെ ആന ഇവിടുന്ന് കൊണ്ടുപോയി. അപ്പം ഞാൻ എത്തുന്നതിന് മുമ്പായിട്ടാണ് ആനയെ കൊണ്ടുപോയത്. അടുത്ത ഒരാനത് ഇവിടെ നിൽപ്പുണ്ട് കണ്ടോ. ഇത് ഇച്ചിരി ശാന്തനായിട്ട് തോന്നുന്നു. അവിടെ വേറൊരു ആന നിൽപ്പുണ്ട്. ആനക്കൂട് ഇപ്പുറത്തുണ്ട് കേട്ടോ. ആനക്കൂട് ഞാനിന്ന് കാണിക്കാം. ഈ കാണുന്നതാണ് ആന കെട്ടുന്ന ആനക്കൂട്. ഇവിടെ ആനക്കൂട്ടിലൊരാന നിൽപ്പുണ്ട്. അവിടെ ആനക്കൂട്ടിൽ നിൽപ്പുണ്ട്. 2 ആനകൾ ഇവിടെ കൂടുകളിലായിട്ട് നിൽപ്പുണ്ട്. അത് പിടിയാനയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പിടിയാനയാണ്. ഇതൊരു കുമ്പനാനയാണ്. എല്ലാം പനമ്പട്ടയൊക്കെ രാവിലെ കൊടുത്ത് അത് കഴിച്ചുകൊണ്ടാണ് ആനകളെല്ലാം ഇവിടെ നിൽക്കുന്നത്. കണ്ടോ, നല്ല കരിക്കട്ട പോലെ കറുത്ത ഒരാനയാണ് കണ്ടോ. ഉണ്ടോ ആന കണ്ടോ, നല്ല പോലെ കരിക്കട്ട പോലെ കറുത്ത ആനയാണ്. കൂടിൻ്റെ ഉയരം കണ്ടോ. അതിനെ 2 ചങ്ങലയിലാണ് തളച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാല് പഴയ കാലത്തുള്ള നമ്മളെപ്പോഴുള്ള ജനങ്ങള് വെച്ചാല് പഴയ കാരണന്മാര് പറഞ്ഞ് കേട്ടിട്ട് പറയുന്നൊരു കാര്യമാണ്. അത് സത്യമാണോ അസത്യമാണോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് നമ്മളെ ചെറുപ്പം മുതൽ അങ്ങനെ കേട്ട് ശീലിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പുന്നത്തൂര് തമ്പ്രാന്മാർ താമസിച്ചിരുന്ന ഒരു കോട്ടയാണത്. പുന്നത്തൂർ കോട്ട എന്ന് പറയും. അപ്പോൾ അവിടുത്തെ തമ്പുരാൻ ഒരു ദിവസം കുളിക്കാൻ വേണ്ടിയിട്ട്, വൈകുന്നേരം കുളിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്പലകുളത്തിൽ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് അമ്പലകുളത്തിൽ കുളിക്കാൻ വന്നു. കുളിക്കാൻ നിൽക്കുന്ന നേരത്ത് കൂടെ തമ്പുരാൻ വളർത്തുന്നൊരു നായ, ആ നായ ഒപ്പുണ്ടാവും. അങ്ങനെ കുളക്കടവിൽ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നേരത്ത് ഈ നായ മുതലേനെ കണ്ടു. ഈ സ്ഥിരമുള്ളതാണ് ഈ മുതല കുളത്തിൽ. മുതലേനെ കണ്ട് അപ്പോൾ തമ്പുരാൻ പിടിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നായ മുതലേനെ എടുത്ത് വെച്ച് ചാടി, കുളത്തിലേക്ക് ചാടി. അപ്പോൾ തമ്പുരാനെ പിടിക്കുന്നത് മുതല നായനെ പിടിച്ചു. അങ്ങനെ നായ ഊട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് ഇവിടെ എല്ലാ കൊല്ലം നടത്താറുണ്ട്. ടിപ്പു സുൽത്താൻ്റെ എന്തൊരു ചരിത്രം കൂടി ഇല്ലേ ഇതിന് പുറകില്? ടിപ്പു പണ്ട് ആ ചരിത്രം കൂടെ പറയാം. അപ്പം അങ്ങനെ ഈ നായ തമ്പുരാന് രക്ഷപ്പെടുത്തിയുള്ള ഒരു ഐതിഹ്യം ഉണ്ട്. പിന്നെ പുന്നത്തൂർ കോട്ട പിടിച്ചടക്കാൻ വേണ്ടി ടിപ്പുവിൻ്റെ കാലത്ത് ടിപ്പും പടയാളികളും കൂടിയിട്ട് ഈ കോട്ട പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ തമ്പുരാന് അപ്രത്യക്ഷമായി പോയി എന്നാണ് പറയണത്. കാരണം എന്ന് വെച്ചാൽ മായാജാലം ഇതൊക്കെ അറിവുള്ളൊരു ആളായിരുന്നു. അപ്പം അങ്ങനെ ആരും കാണാണ്ടായപ്പോൾ ടിപ്പു വന്ന് ഇത് കോട്ട പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ ടിപ്പുവിൻ്റെ ദേഷ്യം തീർത്തത് വെച്ചാൽ അവിടുത്തെ ഒരു കോട്ടവാതിൽമേ വെട്ടിയിട്ടുള്ള ഒരു അടയാളം ഇപ്പോഴും അത് ഐതിഹ്യമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആ വാതിൽ ഇപ്പോഴും അത്രയാണ് നമുക്ക് അറിവുള്ളൊരു കാര്യം.